തിരുവനന്തപുരം കളക്ടറേറ്റിലെ ബോംബ് ഭീഷണി വ്യാജം. ജില്ലാ കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ജീവനക്കാരെ ഒഴിപ്പിച്ച് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. അതിനിടെ സബ് കളക്ടർ ആൽഫ്രഡ് OV അടക്കമുള്ളവർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണമുണ്ടായി. 10ഓളം പേർക്ക് കുത്തേറ്റു. തേനീച്ച കുത്തേറ്റ 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, ബോംബുണ്ടായിരുന്നില്ല, പക്ഷേ ബോംബിനായി തെരയുന്നതിനിടയിൽ തേനീച്ചക്കൂട്ടം ഇളകി വരികയായിരുന്നു. സുജയ, അങ്ങനെ തന്നെയാണ്. ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ മെയിലിലേക്ക് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഭീഷണി. തുടർന്ന് പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും വിവരം അറിയിക്കുന്നു. ബോംബ് സ്ക്വാഡ് ഉച്ചയോടെ തന്നെ സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ കളക്ടറിന്റെ മുൻവശത്ത് തന്നെയുള്ള ഒരു വലിയ തേനീച്ചക്കൂട്ടിലേക്ക് അത് ഇളകുകയും വലിയ തോതിൽ തേനീച്ച ആക്രമണം നടത്തുകയും ചെയ്തത്. ആ ഭാഗത്ത് ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും തേനീച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 10-15ഓളം പേർക്കാണ് ഈ തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നുള്ളതാണ്. അതിൽ 7 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ ആളുകളാണ്. അവർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ്, അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർ, അങ്ങനെ മുഴുവൻ പേരെയും തേനീച്ച ഒരാൾ പോലും വിടാതെ ഓടിച്ചിട്ട് കുത്തി എന്നുള്ളതാണ്. നാട്ടുകാർക്ക് അവസാനം ബോംബ് ഭീഷണിയെ തുടർന്ന് ഓടണോ, തേനീച്ചയെ ഭയന്ന് ഓടണോ എന്നൊരു ആശയക്കുഴപ്പം വരെ എത്തി എന്നുള്ളതാണ്. നമുക്ക് പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കും ഒക്കെ നേരെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ തേനീച്ച കൂടുകൾ, കടന്നൽ കൂടുകൾ ഒക്കെ ഉള്ളത് മാറ്റാനുള്ള നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. താങ്ക് യു, അശ്വിൻ.